ശബരിമല സ്വർണ്ണ മോഷണക്കേസിലെ അന്വേഷണത്തിൽ പ്രതിപക്ഷം നിലപാട് മാറ്റിയെന്ന മന്ത്രി ഇ രാജി. ആദ്യം ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമല്ല സിബിഐ അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റിയെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തിരുത്തിയുയർന്നെന്നും മന്ത്രി വ്യക്തമാക്കി. സന്നിധാനത്ത് തിരക്കൊഴിഞ്ഞ ഞായർ മണ്ഡലകാലം തുടങ്ങിയ ശേഷം തിരക്ക് ഏറ്റവും കുറവുള്ള ദിവസമായി ഇന്ന് മാറി. പുലർച്ചെ മുതൽ മഴ കയറുന്ന ഭക്തർക്ക് എവിടെയും കാത്തു നിൽക്കാൻ ദർശനം ലഭ്യമാണ്. ഉച്ചവരെ 35,000 പരം ഭക്തർ ദർശനം നടത്തിയതാണ് കണക്ക്. മണ്ഡല മകരത്തിനായി ശബരിമല നടത്തുന്നത് 28 ദിവസം പിന്നിടുമ്പോൾ 26 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരാണ് ഇതുവരെ ശബരിമലയിലെത്തി ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്.
പൂച്ച നക്ഷത്രം നാട്ടുകാർക്കും യാത്രക്കാർക്കും നിശ്ചയമാകുന്നു. ഈറ്റുമാറായി സെന്റ് ജോർജ് പള്ളിയിലാണ് 60 അടിയോളം ഉയരമുള്ള നക്ഷത്രം ഒരുക്കിയിട്ടുള്ളത്. ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് പൂച്ച നക്ഷത്രം നിർമ്മിച്ചത്. റോഡിലൂടെയുള്ള യാത്രക്കാർക്ക് മുഴുവൻ സൗഹൃദം പകരുകയാണ് മൂവാറ്റുപുഴ ഈറ്റുമാറായി സെന്റ് ജോർജ് പള്ളി യുവജനങ്ങളുടെ കൂട്ടായ്മ നിർമ്മിച്ച പൂച്ച നക്ഷത്രം. പള്ളിയുടെ മുകളിലായി 60 അടി ദൂരവും 40 അടി വീതിയുമുള്ള നക്ഷത്രം നിർമ്മിച്ചത്. കൗണ്ടർ ചീറ്റി ഉണക്കി രൂപപ്പെടുത്തിയ ഫ്രെയിമിൽ പ്ലാസ്റ്റിക് കടലാസ് ചുറ്റി ഉള്ളിൽ 40ഓളം ട്യൂബുലൈറ്റുകൾ സ്ഥാപിച്ചു. കേരളത്തിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള നക്ഷത്രങ്ങളിൽ വിസ്മൃതിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ നക്ഷത്രമാണെന്ന KCY പുസ്തകത്തിന്റെ 5 ഏകദേശം 25ഓളം ബോക്സുകൾ ഉപയോഗിച്ച് അവിടുത്തെ യുവജനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. വിസ്തൃതി കേരളത്തിലെ തന്നെ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രം ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 40ഓളം യുവജനങ്ങളുടെ ഒരു മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നക്ഷത്രമെന്ന ഇടവകവികാരിയിൽ മാത്രം നിയമിച്ചുവെന്ന് പറഞ്ഞു. ഏകദേശം 40ഓളം യുവജനങ്ങൾ രാവും പകലുമില്ലാതെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിന് ശേഷമാണ് ഈ നക്ഷത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രത്തിന്റെ രൂപകൽപ്പനയിൽ പങ്കുചേർന്ന യുവജനങ്ങളും മിഷനീകര അംഗങ്ങളുമാണ് ഇതിന്റെ ചുറ്റുമുള്ളത്. KCY ഭാരവാഹികളായ ഇന്ദ്രമന്ത്രി നടുകഞ്ഞി നാട്ടോട്ടകഞ്ഞി രാജഭക്തൻ അലങ്കൃത്യം തോമസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യുവജനങ്ങളുടെയും യുവാക്കളുടെയും ഭാഗത്തുകൂടിയാണ് നക്ഷത്രം തയ്യാറാക്കിയത്. ഈ മറ്റു ചില വാർത്തകൾ കാണുന്നതോടെ ഈ പ്രളയത്തിന് പൂർണ്ണമാണ്. നമസ്കാരം.